الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ما شاء الله كان ولم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ ആജ്ഞകളും കൽപ്പനകളും പരമാവധി അനുസരിച്ചുകൊണ്ട് സൂക്ഷ്മതാനിർഭരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അല്ലാഹുവിൻ്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മഹിതമായ ജീവിത മാതൃകയെ ആവും വിധം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വളരെ കർശനമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ നാഥൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ. ദീനുൽ ഇസ്ലാമിൽ ഈമാനിയാത്തും ഇബാദത്തുകളും വളരെ അടിസ്ഥാനപരമാണ് എന്ന് നമുക്കറിയാം. അഥവാ വിശ്വാസവും ആ വിശ്വാസത്തെ ജ്വലിപ്പിച്ചു നിർത്തുന്ന അനുഷ്ഠാനങ്ങളും ഈ ഈമാനിയാത്തും ഇബാദത്തും പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഖ്ലാഖ് അഥവാ സ്വഭാവങ്ങളും. ഈമാൻ എന്നത് വിത്താണെങ്കിൽ ഇബാദത്ത് ആ വിത്തിൽ നിന്ന് മുളച്ചു വരുന്ന തടിയാണെങ്കിൽ ആ തടിയിലെ ചില്ലകളും അതിൻ്റെ ശാഖകളും അതിൻ്റെ ഇലകളും അതിൽ വിടരുകയും പൂവുകയും കായ്ക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് മധുരഫലങ്ങളായി മാറുന്നതാണ് അഖ്ലാഖ് അഥവാ സ്വഭാവങ്ങൾ എന്ന് പറയുന്നു. ഇപ്പൊ ഈമാനിയാത്തും ഇബാദാത്തുകളും അതിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് ലഭിക്കേണ്ട മഹത്തായ സംഭാവനയാണ് വാസ്തവത്തിൽ അഖ്ലാഖ് അഥവാ വിശ്വാസിയുടെ
സ്വഭാവ സംസ്കാരം എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഇടപഴകലുകളിൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഈ അഖ്ലാഖ്, ഈ സ്വഭാവത്തിന്റെ സംസ്കാരം ഏറ്റവും ഉദാത്തമായിരിക്കണം, ഉത്കൃഷ്ടമായിരിക്കണം, വിശിഷ്ടമായിരിക്കണം, മാന്യമായിരിക്കണം, മാനവികമായിരിക്കണം എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം എന്ത് എന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാചകം ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. ഞാൻ നിയമിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ ഉത്കൃഷ്ടമായ സ്വഭാവങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. ആരാണ് നിങ്ങളിൽ ഈമാൻ കാമിലായ മനുഷ്യൻ, വിശ്വാസത്തിൽ തികവും മികവും വന്ന മനുഷ്യൻ ആരാണ് എന്ന് പറഞ്ഞപ്പോഴും അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, സ്വഭാവം കൊണ്ട് ഏറ്റവും വിശിഷ്ടനായിരിക്കുന്ന മനുഷ്യനാരോ അവനാണ് ഈമാൻ, വിശ്വാസം, ആദർശം പൂർണ്ണമായ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. ആരാണൊരു നല്ല മുസ്ലിം, അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം, ഒറിജിനൽ മുസ്ലിം ആരാണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചതും ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിലൂടെ നമുക്കൊക്കെ മനഃപ്പാടമുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആ നിർവചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രവാചകൻ പറയുന്നു, ഒരു യഥാർത്ഥ മുസ്ലിം, ദൈവാനുസാരിയായ ആദർശശാലിയായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മറ്റ് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾ ആരുടെ നാവിൽ നിന്നും ആരുടെ കൈകളിൽ നിന്നും സുരക്ഷിതരാണോ അവനാണ് യഥാർത്ഥ മുസ്ലിം. എന്റെ കയ്യിൽ നിന്നും എന്റെ നാവിൽ നിന്നും മറ്റുള്ളവർക്ക് ഒരു അപകടവും ഒരു ദുരന്തവും ഒരു മോശമായ അനുഭവവും ഇല്ല എങ്കിൽ ഞാനൊരു നല്ല മുസ്ലിമാണ് എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മളുമായി ഇടപെടുന്ന മനുഷ്യരെ മുഷിപ്പിക്കാതെ, ബോറടിപ്പിക്കാതെ, പ്രയാസപ്പെടുത്താതെ, അവർക്ക് ദുഃഖങ്ങൾ സമ്മാനിക്കാതെ, അവരുടെ ജീവിത വഴിയിൽ തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ വലിച്ചിടാതെ, ജനങ്ങളുമായി സൗമ്യമായി എല്ലാ മാനറുകളും എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് പെരുമാറാൻ കഴിയുമ്പോഴാണ്, ഔചിത്യബോധത്തോടുകൂടി ജനങ്ങളോട് ഇടപഴകാൻ കഴിയുമ്പോഴാണ് ഒരു നല്ല വിശ്വാസി ജനിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം അടിവരയിട്ട് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉദാത്തമായ ഒരു സാംസ്കാരിക പൈതൃകത്തിന്റെ വക്താക്കളാണ് നമ്മൾ. പ്രപഞ്ചത്തിന്റെ ഏകനായ നാഥനിൽ വിശ്വസിക്കുന്ന, ഇന്നോളം വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്ര പൈതൃകം അവകാശപ്പെടുന്ന, ലോകത്തെല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന സമ്പൂർണമായ ഒരു ജീവിത ദർശനത്തിന്റെ ഉടമകളാണെന്ന് അവകാശപ്പെടുന്ന നമ്മൾ, പക്ഷെ മനുഷ്യരോട് ഇടപഴകുന്നിടത്തും പെരുമാറുന്നിടത്തും ഔചിത്യബോധത്തോടുകൂടി ഇടപഴകുന്നിടത്തും നമ്മൾ ഒരു വമ്പൻ പരാജയമായി മാറുകയാണ്. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഒരുപക്ഷെ നല്ല ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നുണ്ട്, പക്ഷേ ജനങ്ങളോട് ഇടപഴകുമ്പോൾ മാനറുകൾ കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും മറ്റ് ഇതര സമൂഹങ്ങളിൽ നിന്ന് പോലും നമ്മൾ വളരെ പിന്നിലാണ്. പടിഞ്ഞാറുകാരെ നമ്മൾ ഒരുപാട് ആക്ഷേപിക്കാറുണ്ട്. ആക്ഷേപാർഹമായ ഒരുപാട് കാര്യങ്ങൾ അവരിലുണ്ട്, ആ സമൂഹത്തിലുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമുണ്ട്. യൂറോപ്യന്മാർ പൊതുവെ ഔചിത്യബോധത്തിൽ വളരെ മുമ്പിലാണ്. മാനറുകളുടെയും മര്യാദകളുടെയും കാര്യത്തിൽ മറ്റ് മനുഷ്യരോട്, സഹജീവികളോട്, സഹപ്രവർത്തകരോട് ഇടപഴകുന്നിടത്ത് അവർ കാണിക്കുന്ന ഉന്നതമായ ചില മൂല്യങ്ങളും മാനദണ്ഡങ്ങളും സംസ്കാരങ്ങളുമുണ്ട്. ഇത് ഇസ്ലാമിൻ്റെതായ ഒരു സംസ്കാരമാണ്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഗസാലി കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പടിഞ്ഞാറൻ നാടുകൾ കണ്ടു, അവിടെ മുസ്ലിങ്ങളെ ഞാൻ കണ്ടില്ല, പക്ഷേ ഇസ്ലാമിനെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനവിടെ മുസ്ലിങ്ങളെ കണ്ടില്ല, പക്ഷേ ഇസ്ലാമിനെ കണ്ടു.
അറബ് നാടുകളിൽ ഇത്ര നാൾ ജീവിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, അവിടെ ധാരാളം മുസ്ലിങ്ങളെ ഞാൻ കണ്ടു, പക്ഷെ അവിടെ ഇസ്ലാമിനെ കാണുന്നില്ല. ഇസ്ലാമിന്റെ മഹിതമായ ഈ സംസ്കാരവും ഈ പൈതൃകവും ഈ ഇടപഴകലിന്റെ സഹവാസത്തിന്റെ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളും മാനദണ്ഡങ്ങളും വൃത്തിയും അവധാനതയും സൂക്ഷ്മതയും വിവേകവും, വികാരത്തെക്കാൾ വിവേകം, യുക്തിദീക്ഷ, ഇതൊക്കെ ഞാൻ കാണുന്നത് യൂറോപ്യന്മാരിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പരാമർശമാണത്. നമ്മുടെ കാലഘട്ടത്തിൽ വിശ്വാസികൾക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന വിശ്വാസി സമാജത്തിൽ നിന്ന് ഈ കൾച്ചറും ഈ മാനറും വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതേസമയം നമ്മൾ ഇബാദത്തുകളിൽ വളരെ മുമ്പിലാണ്. ഇത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്, പരിഹരിക്കേണ്ട വൈരുദ്ധ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മനുഷ്യനെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ, അയാളോട് സംസാരിക്കുമ്പോൾ, അയാളോട് അയാൾ ആരാകട്ടെ, അവിടെ മനുഷ്യൻ എന്ന നിലക്കുള്ള ഏറ്റവും വലിയ ഒരു ആദരം അയാൾക്ക് വകവെച്ചു കൊടുക്കുവാൻ ഒരു വിശ്വാസിയാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത്. കാരണം മനുഷ്യനെ സംബന്ധിച്ച ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ വീക്ഷണം വരുന്നത്. നമുക്കറിയാമല്ലോ ഒരു സംഭവം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും സഖാക്കളും ഇരിക്കുന്ന ആ സദസ്സിന്റെ മുമ്പിലൂടെ ഒരു ജൂതന്റെ ശവമഞ്ചം കടന്നുപോയി. പ്രവാചകൻ വളരെ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നു. ഏതോ ഒരാൾ പറഞ്ഞു, അതൊരു ജൂതന്റേതാണല്ലോ, ഒരു അന്യമതസ്ഥന്റേതാണല്ലോ, അള്ളാഹുവിന്റെ പാതയിൽ അല്ലാതെ ജീവിച്ചു പോയൊരു മനുഷ്യന്റേതാണല്ലോ. ഉടനെ റസൂലിന്റെ ചോദ്യം, അവലൈസത്ത് നഫ്സൻ ഖലഖഹല്ലാഹ്, ഒരു മനുഷ്യന്റേതല്ലേ, അത് ഇതര മതസ്ഥന്റേതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു മനുഷ്യന്റേതല്ല, അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ. വലഖദ് കറംനാ ബനി ആദം, ആദം സന്താനങ്ങളെ മുഴുവൻ നാം ആദരിച്ചു, ബഹുമാനിച്ചു എന്ന് ലോകാവസാനം വരെ നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു. മനുഷ്യനായാൽ ആദരിക്കണം എന്നർത്ഥം. ഏത് മതക്കാരനാകട്ടെ, ഏത് ദർശനത്തിന്റെയും ഏത് പ്രത്യയശാസ്ത്രത്തിന്റെയും ഏത് പ്രസ്ഥാനത്തിന്റെയും വക്താവാകട്ടെ, മതരഹിതനാകട്ടെ, നിരീശ്വരവാദിയാകട്ടെ, അയാൾ മനുഷ്യനാണോ അയാൾ ആദരിച്ചിരിക്കണം, അയാൾക്കൊരു ഇക്റാമ് കൊടുക്കണം എന്നാണ് ഇസ്ലാമിന്റെ അധ്യാപനം. അതൊരു വിശ്വാസി കൂടിയാണെങ്കിലോ, ആ മനുഷ്യനൊരു മുഅ്മിനായ ഒരു മനുഷ്യൻ കൂടിയാണെങ്കിലോ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടും ആദരവോടും കൂടി പരിഗണനയർഹിക്കുന്ന മനുഷ്യനാണത് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനൽ മുഅ്മിൻ, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ്, അല്ലാഹുവിങ്കൽ ഒരു വിശ്വാസിയായ മനുഷ്യനേക്കാൾ പരിഗണനീയമായ വേറൊരു വസ്തുവില്ല, വേറൊരു വ്യക്തിയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു ആദരവ്, അത് അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ അയാളെ ഏറ്റവും ഉയർന്ന ഒരു പരിഗണനയിൽ, സൽഭാവനയിൽ, സൽവിചാരത്തോടുകൂടി കാണാൻ, അതിൽ നിന്നാണ് നമ്മുടെ പെരുമാറ്റങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. ഔചിത്യബോധം വേണം പെരുമാറ്റത്തിൽ. ഞാൻ ആ ഒരൊറ്റ വശം മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഔചിത്യബോധത്തോടുകൂടി പെരുമാറുക. ഇപ്പോൾ ഇവിടെ ചേരുന്ന ഒരു സ്വഭാവം എന്താണോ ആ സ്വഭാവത്തിൽ പെരുമാറാൻ കഴിയുക എന്നതാണ് ഔചിത്യബോധം എന്ന് പറയുന്നത്. നമ്മൾ ധാരാളം വിദ്യാസമ്പന്നരായ ആളുകളുണ്ട്, ഒരുപാട് പഠിച്ച പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ബിരുദങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് തരത്തിൽ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള, പക്ഷെ പെരുമാറുന്നിടത്ത്, ഇടപഴകുന്നിടത്ത്, പലപ്പോഴും ഈ മാനറുകൾ പാലിക്കുന്നിടത്ത് അവർ പരാജയപ്പെട്ടു പോകുന്നതായി നമ്മൾ കാണും. ഔചിത്യബോധം വേണം എന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന പാഠമാണ്. ഞാൻ ഒന്ന് രണ്ട് ഭാഗങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്ന ഔചിത്യബോധം പരിശീലിപ്പിക്കുന്ന 2-3 ഭാഗങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്ത് 4-5 ആയത്തുകൾ നമുക്കൊക്കെ അറിയാം. ഞാൻ ആമുഖമായി പാരായണം ചെയ്ത ഭാഗം, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. ഹുജറാത്തിന്റെ അഥവാ മുറികൾക്ക് പിന്നിൽ നിന്ന് താങ്കളെ വിളിക്കുന്ന ആളുകൾ, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറ അക്സറുഹും ലാ യഅഖിലൂൻ, അവരധികവും ചിന്തിച്ച് കാര്യം ഗ്രഹിക്കാത്ത ആളുകളാണ്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയോ ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് വിചാരപ്പെടുകയോ ചെയ്യാത്ത ആളുകളാണ് താങ്കളെ മുറികൾക്ക് വെളിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വലവലഹും സ്വബറു ഹത്താ തഖ്റുജു ഇലൈഹിം ലകാന ഖൈറൻ ലഹും. താങ്കൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നതുവരെ ക്ഷമയോടുകൂടി സംയമനത്തോടുകൂടി അവർ കാത്തിരുന്നുവെങ്കിൽ അതായിരുന്നു അവർക്ക് ഉത്തമം.
അല്ലാഹു ഗഫൂർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ് എന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. പ്രവാചകനെ വിളിച്ച ഈ ആളുകൾ ഹുജറാത്ത് മദീന പള്ളിയുടെ പ്രാന്തത്തിൽ, പള്ളിയുടെ ചുറ്റുപാടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പത്നിമാർ താമസിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ താൽക്കാലികമായിട്ടുള്ള വീടുകൾ, വളരെ ലളിതമായിട്ട് നിർമ്മിച്ച വീടുകളാണ് ഇവിടെ ഹുജറാത്ത് എന്ന് പറഞ്ഞത്. തമീം ഗോത്രക്കാർ പ്രവാചകനെ കാണാൻ വരികയാണ്. അവർ വന്നപ്പോൾ പ്രവാചകൻ ഈ വീടുകളിൽ ഒന്നിൽ ഒരു ഭാര്യയുടെ വീട്ടിലാണ്. ഉടനെ അവരുടെ ആ പരുക്കൻ ശൈലിയിൽ, സംസ്കാരശൂന്യമായ ശൈലിയിൽ ഈ ഗോത്രക്കാരായ ആളുകൾ ചുറ്റുപാട് നടന്ന് വിളിക്കാൻ തുടങ്ങി, ഒച്ചയിട്ട് വിളിക്കാൻ തുടങ്ങി. യാ മുഹമ്മദ്, മുഹമ്മദ്, മുഹമ്മദെ പുറത്തിറങ്ങി വരൂ, പുറത്തിറങ്ങി വരൂ, ഞങ്ങളിവിടെ പുറത്തുണ്ട് എന്ന ഒരു സംസ്കാരശൂന്യമായ പെരുമാറ്റം അവരിൽ നിന്നുണ്ടായപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. തികച്ചും സംസ്കാരശൂന്യമായ പെരുമാറ്റം. ഒരല്പനേരം കാത്തിരുന്നുവെങ്കിൽ, പ്രവാചകൻ പുറത്തേക്ക് വരുന്നതുവരെ ക്ഷമയോടുകൂടി അവർ കാത്തിരുന്നുവെങ്കിൽ ലക്കാന ഖൈറൻ ലഹും, അതായിരുന്നു അവർക്ക് ഉത്തമമായിട്ടുള്ള കാര്യം. പക്ഷെ അവർക്ക് ക്ഷമിക്കാൻ സമയമില്ല. അങ്ങനെ പ്രവാചകൻ ളുഹറിന്റെ സമയത്ത് പ്രവാചകൻ അങ്ങനെ പുറത്തേക്കിറങ്ങി വരുമ്പോൾ വന്നപാടെ ഇവർ പിടികൂടുകയാണ്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദെ, ഞങ്ങളുടെ കൂടെ കവിയുണ്ട്, ഞങ്ങളുടെ എഴുത്തുകാരനുണ്ട്, സാഹിത്യകാരനുണ്ട്, ഇവരെയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കവിത ചൊല്ലിയൊരു മത്സരം നടത്താം, പ്രസംഗിച്ചൊരു മത്സരം നടത്താം എന്ന് പറഞ്ഞാൽ ജാഹിലി കാലഘട്ടത്തിൽ ആ ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം, ഗോത്രങ്ങളുടെ ആഭിജാത്യവും അവരുടെ കേമത്തരവും കാണിക്കാൻ വേണ്ടി അവരിലെ കവികളെയും അതുപോലെ എഴുത്തുകാരെയും ഒക്കെ കൊണ്ടുവന്ന്, പ്രസംഗകരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് മത്സരം നടത്തുന്നിട്ട് ഞങ്ങളാണ് മറ്റേ ഗോത്രത്തെക്കാൾ കേമൻ എന്ന് തെളിയിക്കാനുള്ള അവരുടെ ഒരു ജാഹിലീയ പ്രവണത. പ്രവാചകൻ ളുഹറിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ പ്രവാചകനെ പിടികൂടിക്കൊണ്ട് ഇവർ പറഞ്ഞു, എന്നാൽ നമുക്കൊരു മത്സരം. റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ നിയോഗം കവിയായിട്ടല്ല, ഞാൻ കവിത പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളല്ല. ഇത്തരം ജാഹിലീയ അന്ധകാര യുഗത്തിൽ, അല്ലെങ്കിൽ ഈ മഹത്തായ വിജ്ഞാനവും പ്രകാശവും വരാത്ത കാലഘട്ടത്തിൽ ഇവിടെ നിലനിന്നിരുന്ന ഇത്തരം സമ്പ്രദായങ്ങൾ ഒരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നവനുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക്. അങ്ങനെ നമസ്കാരത്തിന് ശേഷം ഈ നിവേദക സംഘം പ്രവാചകരുമായി ചർച്ചകൾ നടത്തി. പ്രവാചകന്റെ സംഭാഷണത്തിൽ ആകൃഷ്ടരായി അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വന്നു. സൂചിപ്പിക്കുന്നത്, ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരേക്കുമുള്ള സത്യവിശ്വാസികൾക്ക് ഒരു ഗുണപാഠം പകർന്നു വരികയാണ്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ. എങ്ങനെയാണ് ഒരു മനുഷ്യനുമായി ഇടപഴകേണ്ടത്? ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദ എന്താണ്? നിങ്ങൾ ഇങ്ങനെ ധൃതി കാണിച്ചുകൊണ്ട്, അക്ഷമ കാണിച്ചുകൊണ്ട് പ്രവാചകനെ അലോസരപ്പെടുത്തുകയും ശല്യം നടത്തുകയും ചെയ്യുകയല്ല വേണ്ടത് എന്ന്. ഇനി സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅലികും ലിബഅലിൻ അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇതേ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു പറയുന്നു, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തി നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങളെക്കാൾ ആദരണീയനായ ഒരു മനുഷ്യൻ, നിങ്ങളെക്കാൾ ജ്ഞാനിയായ ഒരാൾ, നിങ്ങളെക്കാൾ പ്രായം ചെന്ന ഒരാൾ, അയാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കണം. ഒച്ചയിട്ട് സംസാരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ ശബ്ദത്തെക്കാൾ താഴ്ത്തി വേണം നിങ്ങൾ സംസാരിക്കാൻ. അത് അല്ലാഹുവിന്റെ പ്രവാചകനാകുമ്പോൾ വിശേഷിച്ചും നിങ്ങളുടെ കർമ്മങ്ങൾ പോലും പാഴായി പോകുന്ന വലിയ പാപമായി തീരും, മഹാപാപമായി തീരും അത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിക്കുമ്പോഴുള്ള ശബ്ദവിന്യാസത്തിന്റെ ആ ഓള്യത്തെക്കുറിച്ച് പോലും റബ്ബ് സുബ്ഹാനഹു വ തആല ഔചിത്യബോധത്തോടുകൂടി സംസാരിക്കണമെന്ന് വളരെ കൃത്യമായ ഉത്ബോധനം വിശ്വാസികൾക്ക് നൽകുകയാണ്. ഒച്ചയിട്ട് ബഹളമുണ്ടാക്കി ശകാരിച്ച് അസഭ്യം പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു വിശ്വാസിയല്ല എന്ന് അള്ളാഹുവിന്റെ പ്രമാണങ്ങളിൽ നിന്നും പ്രവാചകന്റെ വിശദീകരണങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഇനി മറ്റൊരു ഭാഗം നോക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 27 മുതലുള്ള വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വ തുസല്ലിമു അലാ അഹ്ലിഹാ. നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അവരുടെ അനുവാദത്തോടുകൂടി സലാം ചൊല്ലിക്കൊണ്ട് വേണം അവിടേക്ക് പ്രവേശിക്കാൻ. ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ അറിയിക്കുകയാണ്. ദാലികും ഖൈറുൽ ലക്കും, ഈ സമീപനമാണ് നിങ്ങളുടെ വിശിഷ്ടമായ ആദർശത്തിന് അനുയോജ്യമായത് എന്ന് അല്ലാഹു അറിയിക്കും. ഫഇല്ലം തജിദൂ ഫീഹാ അഹദൻ, അവിടെ അപ്പോൾ ഒരാളെ കണ്ടില്ല.
ഒരു വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരാളെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലാ തദ്ഖുലൂഹ, ഒരിക്കലും നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി കിട്ടുന്നത് വരെ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. ആ വീടിന്റെ വാതിലിന്റെ പാളി അല്പം തുറന്നു കിടക്കുവാണല്ലോ, എന്നാൽ അതിലൂടെ നോക്കിക്കളയാം. ജനാല തുറന്നു കിടക്കുന്നുണ്ടല്ലോ, അവിടെ കൂടി ഒന്ന് ഒളിഞ്ഞു നോക്കിക്കളയാം. ഇതൊരിക്കലും നിങ്ങൾ സ്വീകരിച്ച വിശിഷ്ടമായ ആദർശത്തിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല. നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കരുത്. വഇൻ ഖീല ലക്കും ഉർജിഉ ഫർജിഉ ഹുവ അസ്കാ ലക്കും. ഇനി അവർ നിങ്ങളോട് പിരിഞ്ഞു പോകാനാണ്, ഇപ്പോ സൗകര്യമില്ല, ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ സന്ദർഭമില്ല, ഞങ്ങളൊരിടത്തേക്ക് പോകാൻ നിൽക്കുവാണ് എന്നവരൊരു അസൗകര്യം പറഞ്ഞാൽ, ഇർജിഉ, നിങ്ങൾ മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടാലോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്, അള്ളാന്റെ ദീനിന്റെ കാര്യമാണെന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയല്ല വേണ്ടത്. ഫർജിഉ ഫർജിഉ, ഉടനെ നിങ്ങൾ മടങ്ങണം. പിന്നെ അവിടെ വേറെ വർത്താനത്തിനൊരു പ്രസക്തിയുമില്ല. ആ വീട്ടുകാരൻ ഇപ്പോൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തെ ഇപ്പൊ സന്ദർഭമില്ല, അദ്ദേഹം ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ കാര്യമായ അസൗകര്യമുണ്ട്. ആ അസൗകര്യം അറിയിച്ചു കഴിഞ്ഞാൽ ഫർജിഉഹു അസ്കാ ലക്കും, തിരിച്ചു പോവുകയാണ് വേണ്ടത്. അതാണ് നിങ്ങളുടെ പരിശുദ്ധിക്ക് യോജിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അതേസമയത്ത് നമ്മൾ ഒരാളില്ലാത്ത വീട്ടിൽ, അതേസമയത്ത് നമ്മുടെ വസ്തുക്കൾ അവിടെയുണ്ട്, അതെടുക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ അത് മറ്റൊരു കാര്യം. ഞാൻ സൂചിപ്പിക്കുന്നത് സാമാന്യ രീതിയിൽ എങ്ങനെയാണ് ഒരു വീട്ടിൽ ചെന്നാൽ പെരുമാറേണ്ടത് എന്നുകൂടി വിശുദ്ധ ഖുർആൻ ആ ഔചിത്യബോധം നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗം നോക്കൂ, സൂറത്ത് നൂറിൽ തന്നെ അതേ അധ്യായത്തിൽ തന്നെ 58-59 വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലിയസ്തൻകുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ കീഴിലുള്ള, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ നിങ്ങളുടെ അടിമകളായ ആളുകൾ, വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്, അതുപോലെ പ്രായപൂർത്തിയെത്താത്ത ആളുകൾ 3 സമയങ്ങളിൽ അവർ അനുവാദം ചോദിക്കാതെ, നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ മുറിയിലേക്ക് അവർ പ്രവേശിച്ചുകൂടാ. ഈ ദീൻ എന്തൊരു കൃത്യമായ അവബോധമാണ്, ഔചിത്യബോധമാണ് ഇതിന്റെ അനുയായികളെ പഠിപ്പിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളല്ലേ, വളരെ ശാഖാപരമായ കാര്യങ്ങളല്ലേ, ഇതിലൊക്കെ ഇപ്പൊ എന്ത് നോക്കാനാണ് എന്ന് ചിന്തിക്കേണ്ടവരല്ല വിശ്വാസ സമാജം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നേർക്കുനേരെ നമ്മെ വിശ്വാസികളെ സ്നേഹപൂർവ്വം സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, അത്തരം സന്ദർഭങ്ങളിൽ 3 സന്ദർഭങ്ങൾ, ഒരു ദിവസത്തിൽ 3 സമയങ്ങൾ, ആ സമയം പ്രായപൂർത്തിയെത്തിയിട്ടില്ലാത്ത നിങ്ങളുടെ കുട്ടികൾ, അതുപോലെ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകളായിട്ടുള്ള ആളുകൾ, ഭൃത്യന്മാരായിട്ടുള്ള ആളുകൾ, ഇവർ നിങ്ങളുടെ മുറിയിലേക്ക് വരാൻ പ്രത്യേകം അനുമതി മേടിച്ചുകൊണ്ടേ വരാൻ പാടുള്ളൂ. മിൻ ഖബ്ലി സലാത്തിൽ ഫജ്ർ, പ്രഭാത നമസ്കാരത്തിന് മുമ്പുള്ള സമയം, സുബ്ഹിന് മുമ്പുള്ള സമയം. വഹീന തലഊര സിയാബക്കും മിനൽ ലഹീറ, ഉച്ചയ്ക്ക് നിങ്ങൾ വസ്ത്രം അഴിച്ചു വെക്കുന്ന സന്ദർഭം, ഉച്ചയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഭാര്യയോടൊത്ത് കിടക്കാൻ പോകുന്ന സന്ദർഭം. പിന്നെ വമിൻ ബഅദി സലാത്തിൽ ഇശാ, ഇശാക്ക് ശേഷമുള്ള സന്ദർഭം. ഈ 3 സന്ദർഭം സലാഹു ഔറാത്തില്ലക്കും, ഇത് നിങ്ങൾക്കുള്ള സ്വകാര്യ സമയങ്ങളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഏത് സമയം? നമ്മുടെ ആളല്ലേ, നമ്മുടെ സ്വന്തമല്ലേ, നമ്മുടെ ഉപ്പയല്ലേ, ഉമ്മയല്ലേ എന്ന് കരുതി മുറിയിലേക്ക്, റൂമിലേക്ക് പ്രവേശിക്കാൻ പോലും പാടില്ലെന്ന് മാനർ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ, കൾച്ചർ പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. ഒരു നാഗരിക സമൂഹം, ഒരു പരിഷ്കൃത സമൂഹം, സംസ്കൃതരായ ഒരു വിഭാഗം, വിശ്വാസികളുടെ സമാജം പെരുമാറേണ്ടതെന്ത്, എങ്ങനെ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സലാസു ഔറാത്തില്ലക്കും, അത് നിങ്ങളുടെ സ്വകാര്യ സമയമാണ്, പ്രൈവറ്റ് ആയിട്ടുള്ള സമയമാണ്. അവിടെ അനുവാദം ചോദിക്കാതെ പ്രവേശിക്കാൻ പാടില്ല, സമ്മതമില്ലാതെ കയറാൻ പാടില്ല എന്ന് പറയും. വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു, അടുത്ത ആയത്തിൽ പറയുന്നു, ഇനി നിങ്ങളുടെ കുട്ടികൾ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാലോ അവർ സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ അനുമതി വാങ്ങിക്കൊണ്ടല്ലാതെ പ്രവേശിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ മര്യാദകൾ നാഥൻ നമ്മെ പരിശീലിപ്പിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സമയത്തിൽ ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യന് ദ്രോഹിക്കാൻ ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരാളുടെ വ്യക്തിത്വമോ അയാളുടെ അഭിമാനമോ അയാളുടെ തൊഴിലോ അയാളുടെ കുടുംബശാന്തിയോ സ്വസ്ഥതയോ ഇതൊന്നും പരിഗണിക്കാതെ, യാതൊരു വിലയും കൽപ്പിക്കാതെ ഏത് പാതിരാത്രിയും മൊബൈൽ ഫോണിൽ വിളിക്കുന്നു. അയാൾ ഭാര്യയോടത്ത് ഈ പറഞ്ഞ സലാസ് ഔറാത്തുല്ലക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ നിങ്ങളുടെ സ്വകാര്യ സമയങ്ങൾ,
ആരും അത് ഭേദിക്കാൻ പാടില്ല, ആ നിയമം ലംഘിക്കാൻ പാടില്ല. നിങ്ങൾ ഒരാളുടെ സ്വകാര്യത അംഗീകരിച്ചു കൊടുക്കണം. ഒരാളുടെ സ്വകാര്യമായ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ പടിഞ്ഞാറൻ നാടുകളിൽ വൃത്തികെട്ട ലൈംഗിക അരാജകത്വത്തിന്റെ സംസ്കാരം പടർന്നു പിടിക്കുമ്പോൾ അവരുടെ നാടുകളിൽ കണ്ടുവരുന്ന ചില ശീലങ്ങളുണ്ട്. ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത്, സ്വകാര്യത എന്ന് പറയുന്നത് അനുവദിക്കാതെ അയാളുടെ പിന്നാലെ അതൊരു പത്രപ്രവർത്തനത്തിന്റെ ഒരു പുതിയ മേഖലയാക്കി വളർത്തിയെടുക്കുന്ന ഒരു ശൈലി. പപ്പരാസി ജേർണലിസം എന്ന് പറഞ്ഞാൽ അതാണ്. ഡയാന രാജകുമാരി കാറിൽ പോകുമ്പോൾ അവരുടെ പിന്നാലെ പിന്തുടർന്നു പോവുക. അവരേത് ഹോട്ടലിലേക്കാണ് പോകുന്നതെന്ന് നോക്കുക, ആരെയാണ് കൂടെ കൂട്ടുന്നതെന്ന് നോക്കുക, എന്താണ് അവിടെ നടക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ലോകം മുഴുവൻ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ അതേ നിമിഷം തന്നെ ലോകം മൊത്തം അറിയിക്കുന്ന വൃത്തികേടുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. ഒരു മനുഷ്യന്റെ പ്രൈവസിയെ, അയാളുടെ സ്വകാര്യതയെ, അയാളുടെ അഭിമാനബോധത്തെ, അയാളുടെ വ്യക്തിത്വത്തെ, അയാളുടെ കുടുംബജീവിതത്തെ മാനിക്കാതെയുള്ള ഈ കടന്നുകയറ്റം അള്ളാഹുവിന്റെ ദീൻ വളരെ ഗൗരവത്തിലാണ് കാണുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ തന്നെ ഇതിലൊക്കെ നമുക്ക് വെളിച്ചം പ്രദാനം ചെയ്യുകയാണ്. ഇനി മറ്റൊരു ഭാഗം നോക്കൂ, സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത്തൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തആമിൻ ഗൈറ നാദിരീന ഇനാഹു. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ കടന്നു പോകരുത്. പ്രവാചകന്റെ വീട്ടിലേക്ക് നിങ്ങൾ അനുമതി കിട്ടാതെ പ്രവേശിക്കരുത്. ഭക്ഷണം അവിടെ പാകമാകുന്നത് നോക്കി അങ്ങനെ കാത്തിരിക്കരുത്. വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ, നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി, സൽക്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ ചെല്ലുക. ഫഇദാ ത്വഇംതും ഫന്തശിറൂ, ഫഇദാ ത്വഇംതും ഫന്തശിറൂ, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ നിങ്ങൾ ഉടനെ അവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ റസൂലല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ അവിടെ കൂടിയിരുന്ന് വർത്തമാനം പറയാൻ പാടില്ല. വലാ മുസ്തഅനിസീന ലിഹദീസ്, അവിടെ സ്വറ പറഞ്ഞുകൊണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ട് വീട്ടുകാർക്കും കുടുംബക്കാർക്കും പ്രവാചകനും ഭാര്യമാർക്കുമൊക്കെ ശല്യമായിക്കൊണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് അവിടെ സ്വറ പറഞ്ഞിരിക്കുന്ന ശൈലി നിങ്ങൾ ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന ദാലികും കാന യുഅ്ദിൻ നബിയ്യ, അത് പ്രവാചകന് വല്ലാതെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്, അത് പ്രവാചകന് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. ഫയസ്തഹീ മിൻകും, അദ്ദേഹത്തിന് ലജ്ജയാണ് നിങ്ങളോട് പറയാൻ. എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ പോയെന്ന് പറയാൻ പ്രവാചകന് ലജ്ജയാണ്. ഒരു മാന്യനായ മനുഷ്യനെ പോലും ലജ്ജിക്കുന്ന കാര്യമാണ്. പ്രവാചകന് ലജ്ജയുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്, പക്ഷെ സത്യം പറയുന്നതിൽ അള്ളാഹുവിന് യാതൊരു ലജ്ജയുമില്ല. നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ട് പടച്ചവന് ഇടപെടേണ്ടി വരികയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകന്റെ വീട്ടിലേക്ക് നിങ്ങൾ അങ്ങനെ അസമയത്ത് കയറി ചെല്ലരുത്, അനുവാദമില്ലാതെ കയറി ചെല്ലരുത്. അഥവാ നിങ്ങൾ ഭക്ഷണത്തിനോ സൽക്കാരത്തിനോ മറ്റോ ക്ഷണിക്കപ്പെട്ടാലോ ആ കാര്യം കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. പ്രവാചകനെയും വീട്ടുകാരെയും ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല സുദീർഘമായ ഈ ആയത്തിൽ നമുക്ക് വെളിച്ചം നൽകും. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഔചിത്യബോധം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് ആ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കുക, സംസാരിക്കുക. കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരന്റെ ഭാര്യ എഴുതിയ അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ പറയുന്ന ഒരു രംഗമുണ്ട്. വിവാഹത്തിന്റെ അന്ന്, മധുവിധുവിന്റെ അന്ന്, ആ ആദ്യ രാത്രിയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ എഴുത്തുകാരന്റെ ഭാര്യ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് സന്ദർഭം. അങ്ങനെ അവർ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ കല്യാണത്തിന് വന്ന രണ്ടുപേർ അപ്പോഴും സംസാരിച്ചു തീർന്നിട്ടില്ല. അവിടെ മണിയറയിലിരുന്ന് സംസാരിക്കുകയാണ്. രണ്ട് കാർന്നോമാരൊന്നും പറയാൻ തോന്നുന്നില്ല. കുറെ അങ്ങനെ കാത്തുനിന്ന് അവസാനം ഈ കാർന്നോമാർ ആ ബെഡിൽ തന്നെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ആദ്യ രാത്രി ഇല്ലാതായി എന്നവർ പിന്നെ അവരുടെ പുസ്തകത്തിൽ പറയുന്നു. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിൽ നിങ്ങൾ എന്താണോ ആവശ്യം അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ശല്യം ചെയ്യാതെ പോവുകയാണ് വേണ്ടത്. ഇനി പ്രവാചകന്റെ ഭാര്യമാരോട് നിങ്ങൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ വഇദാ സഅൽതുമൂഹുന്ന മതാൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, മറയുടെ പിന്നിൽ നിന്ന് വേണം ചോദിക്കാൻ. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന, നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും പരിശുദ്ധിക്ക് അതാണ് അനുയോജ്യമായിട്ടുള്ളത്. വമാ കാന ലക്കും അൻ തുഉദൂ റസൂലല്ലാഹ് വലാ അൻ തൻകിഹു അസ്വാജഹു മിൻ ബഅദിഹി അബദാ, പ്രവാചകനെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് അധികാരമില്ല. പ്രവാചകന്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം നിങ്ങളുടെ മാതാക്കളുടെ സ്ഥാനത്താണ് അവർ. ഇന്ന ദാലിക കാന ഇൻദല്ലാഹി അലീം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പടച്ചവൻ വളരെ ഗൗരവത്തിലാണ് വീക്ഷിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനാണ് നമ്മെ ഉണർത്തുന്നത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, പ്രവാചകൻ നൽകുന്ന, വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് നൽകിയ ഔചിത്യബോധത്തിന്റെ ഈ സന്ദേശം
ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ ഔചിത്യബോധം എല്ലാ രംഗത്തും കാണിക്കേണ്ടതുണ്ട്. അത് പ്രാർത്ഥനയുടെ രംഗത്ത് പോലും. ഒരാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഒരാൾ ഇമാമായിട്ട് നമസ്കരിക്കുകയാണ്. ഇദാ സല്ല അഹദുക്കും ലിന്നാസ് ഫൽയുഖഫിഫ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇമാമായിട്ട് നമസ്കരിക്കുമ്പോൾ നമസ്കാരം നിങ്ങൾ ചുരുക്കണം. കാരണം പിന്നിൽ വളരെ പ്രായമുള്ള ആളുകളുണ്ടാകും, കുട്ടികളുണ്ടാകും, സ്ത്രീകളുണ്ടാകും. അവർ വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയായിരിക്കും. നിങ്ങൾ ഒരുപാട് മനഃപ്പാടമുള്ള ഹിഫ്ളുള്ള ഒരു മനുഷ്യനായിരിക്കും. നിങ്ങളുടെ ഈ വിശുദ്ധ ഖുർആനിൽ അത് പാരായണം ചെയ്യാനുള്ള സിദ്ധി തെളിയിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല. ഫൽയുഖഫ്, നിസ്കാരം ചുരുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ദീർഘമായിട്ട് നമസ്കരിക്കുക. പക്ഷെ അതേസമയം പിന്നിൽ ഇങ്ങനെ കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ അതൊന്നും പരിഗണിക്കാതെ ഔചിത്യബോധമില്ലാതെ പ്രാർത്ഥനയിൽ പോലും നമസ്കാരത്തിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യസ്റു വലാ തുഅസ്സിറു, യസ്റു വലാ തുഅസ്സിറു, ജനങ്ങൾക്ക് നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, പ്രയാസപ്പെടുത്തരുത്. ബശ്ശിറു വലാ തുനഫിറു, ജനങ്ങളെ നിങ്ങൾ സന്തോഷിപ്പിക്കൂ, അവരെ വെറുപ്പിക്കില്ലേ. നിങ്ങളുമായി ഏതോ കാര്യത്തിൽ ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ, അയാളെ വെറുപ്പിക്കുകയല്ല വേണ്ടത്, അയാളെ ഇടുക്കുകയല്ല വേണ്ടത്. നേരെ ചൊവ്വേ മൂക്കിൽ പിടിക്കാൻ കഴിയുന്ന ഒരു കാര്യത്തിൽ പിന്നാലെ വളഞ്ഞിട്ട് മൂക്കിൽ പിടിക്കുന്ന ഒരു ശൈലി അത് അദ്ദേഹത്തോട് അനുവർത്തിക്കാൻ പാടില്ല. യസ്സിറു വലാ തുഅസ്സിറു, വളരെ വേഗത്തിൽ കാര്യം സാധിച്ചു കൊടുക്കണം, എളുപ്പമാക്കുക, ജനങ്ങൾക്ക് ഒരിക്കലും അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമസ്കാരത്തിൽ പോലും പള്ളിയിൽ വരുന്ന കാര്യം പ്രവാചകൻ എന്തുമാത്രം ഔചിത്യബോധം നമ്മെ പരിശീലിപ്പിച്ചു എന്ന് ചോദിച്ചാൽ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മന്നക്കല സൂമന്നൗ ബസ്സലൻ ഫല്യഅ്തസിൽന. ഒരാൾ ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചു. ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ച ഒരു മനുഷ്യൻ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഫല്യഅ്തസിൽന ഔ ഫല്യഅ്തസിൽ മസ്ജിദന, നമ്മുടെ പള്ളിയിലേക്ക് അവൻ വരണ്ട. ഔ ലിയഖാദ് ഫീ ബൈത്തി, അല്ലെങ്കിൽ അവൻ വീട്ടിലിരുന്നാൽ മതി. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസ്. ഒരാൾ ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചിട്ട് അയാൾ പള്ളിയിലേക്ക് പോലും വരേണ്ടതില്ല, അയാൾ ആൾക്കൂട്ടത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. നമ്മൾ ആലോചിക്കണം, ഈ പറഞ്ഞ സംഗതി ഇസ്ലാമിൽ ഹറാമായ ഒരു ഭക്ഷണമല്ല. ഉള്ളി എന്ന് പറയുന്ന ഇസ്ലാമിൽ ഹറാമായ ഒരു സംഗതിയല്ല. പക്ഷേ അതേസമയം ജനങ്ങളെ ശല്യപ്പെടുത്തുക, ഉള്ളി കഴിച്ചു എന്നവനെ സംബന്ധിച്ചിടത്തോളം ആ ഗന്ധം, ആ ദുർഗന്ധം ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും. അന്ന് സിഗരറ്റ് ഇല്ലാതിരുന്നോണ്ട് റസൂലുള്ളാഹി സിഗരറ്റിനെ കുറിച്ച് പറയാതിരുന്നത്, വീഡിയോ വലിച്ചിട്ട് വരരുതെന്ന് പറയാതിരുന്നത് അന്ന് വീഡിയോ സിഗരറ്റ് നിലവിലില്ലാതിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും പറയും ഇത് ഹലാലായിട്ടുള്ള ഒരു കാര്യം. ഫല്യഅ്തസിൽന, ഉള്ളി നിന്നിട്ട് പള്ളിയിൽ വരാൻ പാടില്ല. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ചിലപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു പുകവലിക്കാരനായ മനുഷ്യൻ, അവർ പലപ്പോഴും അത് ചിന്തിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അത് സ്വന്തം ഒരു കാര്യമാണ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്, അയാളുടെ സ്വന്തം കാര്യമല്ല. ഒരു പുകവലിക്കാരൻ മറ്റുള്ളവരെ പാർട്ടി സ്മോക്കേഴ്സാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരും അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരികയാണ്. അതിന്റെ ദുർഗന്ധവും അതിന്റെ വിഷവുമൊക്കെ മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. വല്ലാതെ വിയർത്ത് കുളിച്ചിട്ട് ഒന്നൊരൽപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ജനങ്ങളെ ശല്യപ്പെടുത്താൻ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, തികഞ്ഞ ഔചിത്യബോധത്തോടുകൂടി പെരുമാറണം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഔചിത്യബോധം കാണിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഇദാ ഉലിഹത്തിൽ മാഇദ, ഭക്ഷണത്തലേ കൊണ്ടുവന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഫലാ യഖൂമു റജുലുൻ ഹത്താ തുർഫഅൽ മാഇദ വലാ യർഫഉ യദഹു വഇൻ ശബഅ ഹത്താ യഫ്റഗൽ ഖൗമു ഫല്യഹ്ദർ. റസൂലുള്ളാഹി പറയുകയാണ്, ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണത്തലക എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരാളും എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരാൾ നേരത്തെ കഴിച്ചു കഴിഞ്ഞു എങ്കിൽ അയാൾ 5 പേരിരിക്കുന്ന ആ സദസ്സിൽ ആ ടേബിളിൽ നിന്ന് അയാൾ യാതൊരു മര്യാദയുമില്ലാതെ അയാളുടെ കാര്യം കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റ് പോകുന്ന ഒരു ശൈലി ഉണ്ടാകാൻ പാടില്ല. അയാൾ തിന്നു കഴിഞ്ഞിട്ട് ആ തിന്ന് കയ്യെ പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ, ലോകത്തിന്റെ അധ്യാപകനായിട്ടാണ് ഞാൻ നിയമിക്കപ്പെട്ടത് എന്ന് പരിചയപ്പെടുത്തിയ പ്രവാചകൻ നൽകുന്ന പാഠമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഔചിത്യം പാലിക്കണം, മറ്റുള്ളവരുടെ വികാരങ്ങൾ പരിഗണിക്കണം. അയാൾ അങ്ങനെ കയ്യൊപ്പൊക്കി പിടിച്ചു നിന്നാൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോയാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക്, തുടർന്ന് ഹദീസിന്റെ ഭാഗത്ത് പറയുന്നു, മറ്റുള്ളവർക്ക് അതൊരു വിഷമമായി തീരും, ഒരു കുറച്ചിലായി തീരും. അവരും ചിലപ്പോ ആവശ്യമുള്ളത് പോലും കഴിക്കാതെ എഴുന്നേറ്റ് പോയെന്ന് വരാം. അതുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കണം, ഔചിത്യബോധം കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവർക്കുമുള്ള ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ ഒരാൾ കഴിക്കാൻ പാടില്ല. പ്രവാചകൻ നൽകുന്ന പാഠമാണ്. ഇമാം ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഖ്റന റജുലു ബൈന തംറൈനി ഹത്താ യസ്തഅ്ദിന അസ്ഹാബഹു
കൂടെയുള്ളവർക്ക് സമ്മതമില്ലാതെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ 2 കാരക്ക വീതം ഒരു വായിൽ കഴിക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് റസൂലുള്ള നിരോധിച്ച കാര്യമാണ് എന്ന് പറയും. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഈ ഔചിത്യബോധം ലോകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കേണ്ടത് മുസ്ലിം സമാജമാണ്. ഭക്ഷണം കഴിക്കുന്നിടത്താണെങ്കിലും, പള്ളിയിൽ പ്രവേശിക്കുന്നിടത്താണെങ്കിലും, ബാത്റൂം ഉപയോഗിക്കുന്നിടത്താണെങ്കിലും ഇവിടെയൊക്കെ ഈ ഔചിത്യബോധം തീരെയില്ലാത്ത ഒരു സമൂഹമായി, ഇവർ കൾച്ചേർഡല്ല, ഇവർ സംസ്കാരമുള്ളവരല്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിൽ, നേരത്തെ പറഞ്ഞല്ലോ, അറാബികളായ ആളുകൾ പ്രവാചകന്റെ വീട്ടിൽ വന്നുകൊണ്ട് പ്രവാചകനെ ശല്യപ്പെടുത്തിയതുപോലെ ഇവരേതോ ബാർബേറിയന്മാരാണ് എന്ന് മറ്റുള്ള സമുദായങ്ങളെ കൊണ്ട് പോലും തോന്നിപ്പിക്കുന്ന രീതിയിൽ സംസ്കാരശൂന്യരായിട്ട് പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. നമ്മുടെ നമസ്കാരവും നമ്മുടെ ഈമാനിയാത്തും നമ്മുടെ ഇബാദത്തുകളുമായി ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ പറയുക മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മാതൃക കാണിക്കുകയായിരുന്നു ചെയ്തത്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. താങ്കൾ ഏറ്റവും മഹത്തായ, ഏറ്റവും വിശിഷ്ടമായ സ്വഭാവ സംസ്കാരത്തിന്റെ ഉടമയാണ് എന്ന് പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു. പ്രവാചകന്റെ സംസാരമായാലും, പ്രവാചകന്റെ നമസ്കാരമായാലും, പ്രവാചകനൊരു മനുഷ്യനുമായിട്ട് അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിൽ കാണിക്കുന്ന മാനറുകളായാലും വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും ഉദാത്തമായ ഒരു സമീപനമാണ് പ്രവാചകൻ സ്വീകരിച്ചത്. സഹാബത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി ഏറ്റവും മോശക്കാരനായ ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ പോലും, സമൂഹത്തിലെ ഏറ്റവും കൊള്ളരുതാത്ത ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും അയാൾക്ക് ആ സംസാരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണമായി മുഖം കൊടുത്തിരുന്നു പ്രവാചകൻ. അയാളെന്തെങ്കിലും സ്വകാര്യം പറയാൻ ശ്രമിച്ച റസൂലുള്ളാഹി അയാളുടെ വായിലേക്ക് തന്റെ ചെവി ചേർത്ത് പിടിക്കുമായിരുന്നു. ഇങ്ങനെ മനുഷ്യരെ പരിഗണിച്ചവനാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൃത്തിയും സുഗന്ധവും ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ച മഹത്തായ മര്യാദകളാണ് എന്ന് നമ്മൾ തീർച്ചയായും അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ മേഖലയിൽ പോലും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതും എന്നാൽ തീരെ അവഗണിക്കപ്പെടുന്നതുമായ ഒരു വിഷയമാണിത്. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലേക്കല്ലേ, പള്ളിയിലേക്ക് ക്ഷണിക്കാൻ പോവല്ലേ, എന്നാൽ പിന്നെ അതിന് ഔചിത്യം വേണ്ട എന്നാണ് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. ഒരാളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ പോയി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അയാളോട് സംസാരിക്കാൻ പോയി. അങ്ങനെ പ്രബോധകരായിട്ട് പോകുന്ന സന്ദർഭത്തിൽ ആ വീട്ടിലേക്ക് കിടക്കുമ്പോൾ അദ്ദേഹം ബൈക്ക് സ്റ്റാർട്ടാക്കി പുറപ്പെടാൻ ഇരിക്കുകയാണ്. അങ്ങനെ സ്റ്റാർട്ടാക്കിയ സമയത്ത് ഇദ്ദേഹത്തെ കണ്ടപ്പോ അത് പിന്നെയും ഓഫാക്കി അങ്ങനെ നിന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി, അപ്പൊ ഈ മനുഷ്യൻ ഉടനെ എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ പോകേണ്ടതുണ്ട്, പുറപ്പെടുവാണ് എന്ന് പറഞ്ഞാൽ പോലും ഇസ്ലാമിക പ്രബോധകൻ അയാളെ വിടൂല. ഇയാൾ പറഞ്ഞ ഒരു അരമണിക്കൂർ പ്രസംഗം കേൾപ്പിച്ചിട്ട് 1 മണിക്കൂർ പ്രസംഗം കേൾപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന മട്ടിൽ അള്ളാഹുവിന്റെ ദീനിന് അനുകൂലമായ ഒരു പ്രബോധനമായിരിക്കുകയില്ല അയാൾ ചെയ്യുന്നു. കാരണം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. ഉദൂ ഇലാ സബീലി റബ്ബിക്, നിന്റെ നാഥന്റെ വഴിയിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കണം എന്ന് പറഞ്ഞ് നിർത്തിയില്ല. ബിൽ ഹിക്മ, യുക്തിയോടുകൂടി, വിവേകത്തോടുകൂടി, ഗുണകാംക്ഷയോടുകൂടി, സതുപദേശത്തോടുകൂടി ആയിരിക്കണം, നല്ല മനസ്സോടുകൂടിയായിരിക്കണം. ഒരുപക്ഷെ ഒരുപാട് തിരക്കുകളിൽ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ സൗകര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അപ്പോയിന്റ്മെന്റ് മേടിച്ചു പോകേണ്ട ഒരാളാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് മേടിച്ചു തന്നെ പോകണം. 7:45 വരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ 7:45 അവിടെ ചെന്നിരിക്കണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഈ രംഗത്ത് നമ്മുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ പരിഹരിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ അഭിമാനം, അയാളുടെ ജോലി, അയാളുടെ കുടുംബത്തിലെ സ്വസ്ഥത, അതുപോലെ തന്നെ അയാളുടെ ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരിക്കണം അദ്ദേഹത്തോട് അനുവർത്തിക്കുമ്പോൾ ഏറ്റവും വിവേകപൂർണമായ, അദ്ദേഹത്തിന്റെ സമയം നഷ്ടപ്പെടുത്തുകയോ അദ്ദേഹത്തെ മുഷിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ശൈലിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി മനുഷ്യനാശ്വാസമായി തീരുന്ന ഒരു സമീപനമായിരിക്കണം വിശ്വാസികൾ എന്ന നിലയിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. ലോകത്തെ ഏറ്റവും കൾച്ചറും മാനറുകളുമുള്ള ഒരു സമൂഹമാണ് ആയിരിക്കണം മുസ്ലിം സമാജമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.